2 മാസത്തെ വേനലവധി കഴിഞ്ഞു. കടുത്ത മഴയും മാറി. നാടെങ്ങും ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന്റെ ആ ഒരു സന്തോഷത്തിലാണ്, പ്രവേശനോത്സവത്തിന്റെ ആവേശത്തിലാണ്. അപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ ഹരിപ്പാടാണ്. ഈ ഹരിപ്പാട് വന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരുമിച്ച് ജനിച്ച 4 പേർ, ആ 4 പേർ ഇന്ന് 5ാം ക്ലാസ്സിലേക്ക് എത്തുകയാണെന്നുള്ളതാണ്, അവർ പ്രവേശിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആ 4 പേര് ഇതാ വന്നുകൊണ്ടിരിക്കുക, റെഡി ആയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകാൻ റെഡിയായോ? ഇപ്പൊ 5ാം ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളാണ്, എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പഴയ ഫ്രണ്ട്സിനെ തന്നെ കിട്ടണം. അങ്ങനെ ടെൻഷൻ ഉണ്ടോ പഴയ ഫ്രണ്ട്സിനെ കിട്ടുമെന്നുള്ളതിന്റെ? ഇല്ല. നിങ്ങളിപ്പോ 4 പേരും ഒരുമിച്ചല്ലേ ഇതുവരെ പഠിച്ചു വന്നത്? അപ്പൊ ഇനിയിപ്പോ ഒരുമിച്ച് പോകണം. അപ്പോ പുതിയ ഒരു ക്ലാസ്സിലേക്ക് പോവാണ്, പുതിയ സ്കൂളാണ്. അപ്പൊ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. ഇതുവരെ വന്ന പോലെയല്ലേ? ഇപ്പൊ യൂണിഫോമും കിട്ടിയില്ലല്ലേ? ഇല്ല, കിട്ടിയില്ല. ഓ, ബുക്ക് കിട്ടിയായിരുന്നു? പുസ്തകം കിട്ടിയില്ല. ഇന്ന് തരും പുസ്തകം. പഠിക്കാൻ എന്തായാലും ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സ്കൂൾ തുറക്കുവോ ഇല്ലേ എന്നുള്ള? ചെറുതായിട്ടുണ്ടായിരുന്നു. ഈ മഴയൊക്കെ മാറിയപ്പോ എന്താ സന്തോഷമായോ? സ്കൂളിലേക്ക് പോകാനാണോ അതോ വീട്ടിൽ തന്നെ ഇരിക്കാനായിരുന്നു കൂടുതൽ? സ്കൂളിൽ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടിൽ വരാൻ തോന്നും, വീട്ടിൽ ഇരിക്കുമ്പോ സ്കൂളിൽ പോകാൻ തോന്നും. സ്കൂളിൽ ഇരിക്കുമ്പോ ടൈം പോകുന്നതേ അറിയത്തില്ല, വീട്ടിൽ ഇരിക്കുമ്പോ ടൈം പോകുന്നത് പെട്ടെന്ന് അറിയാൻ വേണ്ടി. അവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കണം തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അതെ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇനി അവിടെ പോകണമെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് ഇവിടെ പോകണമെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോകണമെന്നാ തോന്നുന്നല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അതിന്റെ ഒരു സന്തോഷം കിട്ടും. ഇതുവരെ പഠിച്ച ടീച്ചർമാരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതല്ലായിരുന്നു? മലയാളം ഉണ്ട്. മാത്സും ഉണ്ട്. ടീച്ചർമാരൊക്കെ പഴയ ടീച്ചർമാരൊക്കെ മാറല്ലേ, പുതിയ ടീച്ചർമാരല്ലേ? ചെറിയ വിഷമമുണ്ടോ? ഇല്ല. പുതിയ ടീച്ചർമാരെ കിട്ടുന്നത് ആണല്ലേ. നമുക്കൊരു വെറൈറ്റി ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടിയാലോ? പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് അങ്ങ് പോയാലോ? ഏതാ പാട്ട് പാടുക? പുതിയൊരു ഏതെങ്കിലും ഒരു പാട്ട് പാടാം, നല്ലത്. ഏതാ പാടാൻ പോകുന്നത്? എന്തായാലും ഒരു പാട്ടൊക്കെ പാടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എന്തായാലും ഒരു പാട്ടൊക്കെ പാടും. ഏതാ പാടുന്നത്? മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റ് നടന്ന് കുഞ്ചു, പഞ്ചാര കുഞ്ചു. കുറച്ചൊക്കെ തപ്പി എന്നാലും പാടി ഒപ്പിച്ചു. അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളതാണ്. അവര് 2 പേരുണ്ട്, സാജു നീതു എന്നുള്ളവരാണ്. അപ്പോ ഒരു കുട്ടി ഉണ്ടാവും തന്നെ കുറച്ച്. അപ്പൊ 4 പേരും ഒരുമിച്ചാണ് ജനിച്ചത്. അപ്പൊ അവരുടെ വീട്ടിലുള്ളപ്പോ എങ്ങനെയാണ്? അവര് വലിയ കുരുത്തക്കാടുള്ള കുട്ടികളല്ല, കുഴപ്പമില്ല. ചില സമയത്തൊക്കെ മാത്രം എന്നുവെച്ചാൽ അടി തുടങ്ങുമ്പോൾ നമ്മൾ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പോഴേ പിടിച്ചു മാറ്റിയാൽ മതി. അല്ലാതെ വലിയ ബാക്കിയുള്ള ചിലരൊക്കെ പറയുന്നേക്കാം ഒരു കുട്ടിയെ മേയ്ക്കാൻ പാടെന്ന്. അങ്ങനെ എനിക്കൊരു ഇതുവരെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. 4 പേരും, അതായത് ഒരാൾക്ക് പേരിടാൻ തന്നെ എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് കിടക്കും. അപ്പൊ ഈ 4 പേർക്ക് എങ്ങനെ പേരൊക്കെ കിട്ടി? 4 പേർക്ക് പേര് കിട്ടുന്ന ഒരാൾക്ക് ഞങ്ങൾ ബുക്ക് നോക്കിയ പേര് കിട്ടിയത്, ആരിക്ക് എന്ന് പറഞ്ഞ പേര്. ബാക്കി ഞങ്ങൾ അതിൽ നിന്നും കണക്ട് ചെയ്തെടുത്ത പേരുകളാണ് കിട്ടിയത്. ആയിലാണ് തുടങ്ങുന്നത്. അത് വൈഫിന്റെ ഡാഡിക്ക് വലിയ നിർബന്ധമായിരുന്നു ആയിൽ തന്നെ തുടങ്ങണമെന്ന്. അപ്പൊ അങ്ങനെ ഡാഡിയുടെ നിർബന്ധ പ്രകാരം ഇട്ട പേരുകളെല്ലാം ആയി തുടങ്ങിയത് തന്നെ. 10,000 പേരുള്ളൊരു ബുക്ക് നമ്മളന്ന് വാങ്ങിച്ചായിരുന്നു, അതിനകത്തു നിന്നാണ് സെലക്ട് ചെയ്തത്. ആരോ നമുക്കൊരു 4,000 എങ്ങാണ്ടുള്ള ഒരെണ്ണം തന്നു, അതിനകത്തു നിന്ന് കുറച്ച് കിട്ടിയുള്ളൂ, 2 പേരുടെ എങ്ങാണ്ട് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ഇത് വാങ്ങിച്ചു. അങ്ങനെയാണ് ബുക്ക് 10,000-ൽ നിന്ന് തിരഞ്ഞെടുത്ത. അതെ അതെ. ഇനി വീടിന്റെ ചുമര് മുഴുവൻ ഇങ്ങനെ ഭയങ്കര ചിത്രങ്ങളൊക്കെ വരച്ച് രസകരമായിട്ട്. അതെ, അവർക്ക് എവിടം വരെ കയ്യെത്തോ അവിടം വരെ അവർ വരയ്ക്കും. അതെ, ഇപ്പോഴിച്ചിരി കുറവുണ്ട്. ഇപ്പം വഴക്കൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഇതാവുമല്ലോ. നേരത്തെ എല്ലായിടത്തും വരച്ചു വയ്ക്കും, ബുക്കിലാണേലും അങ്ങനെ തന്നെ. പേര് ഞാൻ വന്ന് ചോദിക്കാൻ പറഞ്ഞു, ഓരോരുത്തരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ആദ്ര, ആരാധ്യ, ആദിഷ്, ആര്യക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ 4 പേരുടെയും പേരുകൾ ആയിലാണ് തുടങ്ങുന്നതാണ്. അപ്പൊ എന്തായാലും സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്, പോവല്ലേ? അപ്പൊ നമുക്ക് പതുക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ സന്തോഷത്തിലാണ്, എന്തായാലും ഉഷാറാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉഷാറാണ്, ഡബിൾ സ്ട്രോങ് ആണ്. അപ്പോൾ അവരിതാ സ്കൂളിലേക്ക് പോവുകയാണ്, സന്തോഷത്തോടെ പോവുകയാണ്. പുതിയ ക്ലാസ്സാണ്, പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ടീച്ചർമാരെ കിട്ടും. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ കുരുന്നുകളൊക്കെ ഉള്ളത്.